സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക്ക ടെക്സ്റ്റ് ബുക്കിൻ്റെ 7th ചാപ്റ്ററായ തർവേ നമോ അസ്തു എന്ന ചാപ്റ്ററാണ്. അതായത് വൃക്ഷത്തിന് നമസ്കാരമുണ്ട്, വൃക്ഷത്തിന് നമസ്കാരം. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ. വിദ്യാലയെ വൃക്ഷാരോപണ ഉത്സവ, സ്കൂളിൽ ട്രീ പ്ലാന്റിങ്ങിൻ്റെ ഉത്സവമാണ്. പ്രത്യൂഷ ആട്ടെ, പ്രത്യൂഷ് എന്താ പറഞ്ഞേ? അർണവ്, ഹേ അർണവ്, ത്വം അദ്യ കം വൃക്ഷം ആരോപയിതും ആനിത്വാൻ. ഹേ അർണവ്, നീ ഇന്ന് ഏത് വൃക്ഷമാണ് നടാനായി കൊണ്ടുവന്നിരിക്കുന്നത്? അർണവഃ, മയാ തു ആമ്രവൃക്ഷസ്യ പാദപഃ ആനിതഃ. ഞാനാണേൽ മാവിൻ തൈയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സൗരഭഃ, ഇത് കേട്ട സൗരഭ് എന്താ പറഞ്ഞേ? അഹം തു അർജുന വൃക്ഷസ്യ പാദപം ആനിത്വാൻ. ഞാനാണേൽ അർജുന വൃക്ഷത്തിൻ്റെ തൈയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഋഷഭഃ, മയാ തു ഹരിശൃംഗാരഃ ആനിതഃ. ഞാനാണേൽ ഹരിശൃംഗാര എന്ന വൃക്ഷത്തിൻ്റെ തൈയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആചാര്യ, ഇത് കേട്ട് ആചാര്യൻ അതായത് ടീച്ചർ എന്താ പറഞ്ഞേ? ഛാത്രാഹ, ഹേ സ്റ്റുഡൻസ്, ധന്യാഹ നനുയൂയം. നിങ്ങൾ എല്ലാവരും തന്നെ ധന്യരാണ്, മഹാന്മാരാണ്. യത് വൃക്ഷാൻ പ്രതി ഏവം സമാദരഭാവം ധാരയത്ത്. ആരാണോ ആ വൃക്ഷത്തിനോട് ആദരഭാവം വെക്കുന്നത്, അതായത് റെസ്പെക്റ്റ് എന്ന ഭാവം വെക്കുന്നത്, അങ്ങനെയുള്ള നിങ്ങൾ ധന്യരാണ് എന്ന്. പ്രത്യുഷ, ആചാര്യ, ഏഷാ ഭവതാമേവ പ്രേരണ. ഹിത് ഗുരുജി, ഇത് അങ്ങയുടെ തന്നെ പ്രേരണയാലാണ്. അതായത് അങ്ങയുടെ പ്രേരണയാലാണ് ഞങ്ങൾ വിവിധ തരത്തിലുള്ള മരത്തിൻ്റെ തൈകൾ നടാനായി കൊണ്ടുവന്നത് എന്ന്. അർണവഃ, ആചാര്യവർ ഉത്സവേ കേശാം പദ്യാനാം ഗായനം കരണീയം. ഹേ ഗുരുജി, ഉത്സവത്തിൽ ഈ ഫെസ്റ്റിവലിൽ ഏത് പദ്യങ്ങളാണ് പാടേണ്ടത്? ഏതൊക്കെ ശ്ലോകങ്ങളാണ് പാടേണ്ടത്? ആചാര്യ, മണികാ പുസ്തകേ യാനി പദ്യാനി സപ്തമേ പാഠേ ദത്താനി തേഷാമേവ സസ്വരം പാഠം കരിഷ്യാമഃ. മണികാ പുസ്തകത്തിൽ 7ാം ചാപ്റ്ററിൽ ഏത് ശ്ലോകമാണോ തന്നിരിക്കുന്നത് അത് തന്നെ ഈണത്തോടെ പാടാം. ഛാത്രാഹ, ആം ആം പഠാമഃ ഗായാമഃ വൃക്ഷാൻ പ്രതി കൃതജ്ഞതാം ച അനുഭവാമഃ. ഹാ ഹാ, വരൂ വായിക്കാം, പാടാം. ഇതിനോടൊപ്പം തന്നെ വൃക്ഷത്തിനോടുള്ള കൃതജ്ഞത, നന്ദി അനുഭവിക്കാം. ആദ്യത്തെ ശ്ലോകം നോക്കാം. ഛായാമന്യസ്യ കുർവന്തി തിഷ്ഠന്തി സ്വയമാതപേ ബലാന്വിപി പരാർത്ഥായ വൃക്ഷാഃ സത്പുരുഷാ ഇവ. ഇനി നമുക്കിതിൻ്റെ അന്വയൊന്ന് നോക്കാം. ഛായായാം അന്യസ്യ കൃതേ കുർവന്തി സ്വയം ആതപേ തിഷ്ഠന്തി തേഷാം ഫലാനി അപി പരാർത്ഥായ ഭവന്തി അതഃ വൃക്ഷാഃ സത്പുരുഷാഃ ഇവ സന്തി. അതായത് ഛായായാം എന്ന് വെച്ചാൽ എന്താണ്? തണലിൽ, അന്യസ്യ കൃതേ മറ്റുള്ളവർക്കായി, കുർവന്തി ചെയ്യുന്നു, സ്വയം സ്വയമേവ സ്വയം, ആതപേ വെയിലിൽ, തിഷ്ഠന്തി നിലകൊള്ളുന്നു, തേഷാം അതിൻ്റെ, ഫലാനി അപി ഫലങ്ങൾ പോലും, പരാർത്ഥായ ഭവന്തി മറ്റുള്ളവർക്കായിട്ടാണ്, അതഃ അതുകൊണ്ട്, വൃക്ഷാഃ സത്പുരുഷാഃ ഇവ സന്തി മരം സജ്ജനരെ പോലെയാണ്. അതായത് എങ്ങനെയാണോ സജ്ജനർ മറ്റുള്ളവരുടെ നന്മയ്ക്കായി നിലകൊള്ളുക, അതേപോലെയാണ് മരവും മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് സ്വയമേവ
ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്നാലും മറ്റുള്ളവർക്ക് അതിൻ്റെ തണലാൽ ആശ്രയമേകുന്നു. അതിൻ്റെ ഫലങ്ങളും മറ്റുള്ളവർക്കായിട്ട് നൽകുന്നു. അടുത്ത ശ്ലോകം നോക്കാം. അഹോ യേഷാം വരം ജന്മ സർവപ്രാണയുപജീവനം ധന്യാ മഹിരുഹ യേഭ്യോ നിരാശായാന്തി ന അർത്ഥിനഃ. ഇനി നമുക്ക് അന്വയം നോക്കാം. അഹോ യേഷാം സർവപ്രാണി ഉപജീവനം ജന്മവരം. ഓഹോ, ഇതിലെ, അതായത് മരത്തിലെ സർവപ്രാണി, എല്ലാ ജീവജാലങ്ങൾക്കും ഉപജീവനം ജന്മവരം, ആശ്രയം കൊടുക്കുന്ന ജന്മം ശ്രേഷ്ഠമാണ്. ആശ്രയം കൊടുക്കുന്ന മരത്തിൻ്റെ ജന്മം പുണ്യജന്മമാണ് എന്ന്. മഹിരുഹാഹ ധന്യാഹ, മരം ധന്യമാണ്. യേഭ്യഃ, എന്തിനാലാണോ, അട്ടെ എന്താണ് മരം ധന്യമാണ് എന്ന് പറയാൻ കാരണം? അർത്ഥിനഃ നിരാശാഹ നായാന്തി, ചോദിക്കുന്നവൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല. അതായത് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരം മരം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് മരം ധന്യമാണ്, മരം ശ്രേഷ്ഠമാണ് എന്ന്. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കാം. പത്രപുഷ്പ ഫലച്ഛായ മൂലവൽക്കലദാരുഭിഃ ഗന്ധനിര്യാസ ഭസ്മ അസ്തിത്വോപമൈഃ കാമാൻ വിതൻവതേ. ഇനി നമുക്ക് അന്വയം നോക്കാം. പത്രപുഷ്പ ഫലച്ഛായ, ഇല, പൂവ്, ഫ്രൂട്ട്, തണല്. മൂലവൽക്കലദാരുഭിഃ, വേര്, അതായത് മരത്തിൻ്റെ വേര്, വൽക്കല, മരത്തോല്, ദാരുഭിഃ, ചുള്ളിക്കമ്പുകൾ, ഗന്ധ, അതായത് മണം, നിര്യാസ, മരത്തിൻ്റെ രസം, മരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ലിക്വിഡ് ഫോമില്ലേ അത്, ഭസ്മ, ഭസ്മം, അസ്ഥി, അതായത് മരത്തിൻ്റെ ചില്ലുകളുടെ അകത്തെ ഭാഗം, തോപ്മൈഹി, തോല്, കാമാൻ ബിന്തവതി, അതായത് ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരിക്കുന്നു, ആഗ്രഹങ്ങളാൽ പൂർത്തീകരിക്കുന്നു. അതായത് മരം നമുക്ക് ഇലയും പൂവും ഫ്രൂട്ടും തണലും മരത്തോലും ചുള്ളിക്കമ്പുകളും അതേപോലെ സുഗന്ധം എന്നിങ്ങനെ അനേകം കാര്യങ്ങൾ തന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുക. അടുത്ത ശ്ലോകം നോക്കാം. ആമ്ര യദ്യപി ഗതാദിവസാസ്തേ പുഷ്പസൗരഭഫലപ്രചൂര യേ ഹന്ത സംപ്രതി തഥാപി ജനാനാം ഛായയൈവ ദലയസ്യ അതിതാപം. ഇനി നമുക്ക് അന്വയം നോക്കാം. ഹേ ആമ്ര, ഹേ മാവേ, യദ്യപി, അങ്ങനെയിരിക്കെ, തേ ദിവസാഹ ഗതാഹ, ആ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കണു. എന്താണ് പറയണേ? യേ പുഷ്പസൗരഭ ഫലപ്രചൂരാഹ ആസൻ, എപ്പോഴാണോ പൂവും സുഗന്ധവും ഫലങ്ങളും ഒക്കെ നിറഞ്ഞ ആ ഒരു സമയം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞു പോയിരിക്കണു എന്ന്. ഹന്ത്, വളരെ ദുഃഖത്തോടെ. തഥാപി, എന്നിട്ടും, സംപ്രതി ജനാന, ഈ സമയം ജനങ്ങളുടെ, അതിതാപം, അതീവതാപം, അതായത് ചുട്ടുപൊള്ളുന്ന ചൂടിനെ, ഛായയാ ഏവ, തണലുകൊണ്ട് തന്നെ, ദലയസി, അകറ്റുന്നു. അതായത് ഇവിടെ പറയാണ്, ഹേ മാവേ, നിന്റെ നല്ല കാലം കഴിഞ്ഞിരിക്കണു, എന്നിട്ടും നീ ഇപ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് നിന്റെ തണലേക്ക് അവരെ രക്ഷിക്കുന്നു, സഹായിക്കുന്നു എന്ന്. അങ്ങനെയുള്ള നീ ധന്യമാണ്, ശ്രേഷ്ഠമാണ് എന്ന്. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കാം. മൂലം ഭുജംഗൈഃ ശിഖരം പ്ലവംഗൈഃ ശാഖാവിഹംഗൈഃ കുസുമാനി ഭൃംഗൈഃ നാസ്തൈവ തച്ഛന്തപാദപസ്യ യന്നാശ്രിതം സത്വഭരൈഃ സമന്താത്. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഭുജംഗൈഃ മൂലം ആശ്രിതം,
प्लवङ्गैः शिखरम् आश्रितं विहङ्गैः शाखाः आश्रिताः भृङ्गैः कुसुमानि आश्रितानि चन्दनपादपस्य तत् न एव अस्ति यत् समन्तात् सद्भरैः न आश्रितं ഭുജംഗൈഹി മൂലം ആശ്രിതം, അതായത് വേരാൽ പാമ്പ് ആശ്രിതരാണ്. പ്ലവംഗൈഹി ശിഖരം ആശ്രിതം, ശാഖകളിൽ കുരങ്ങന്മാരാൽ ആശ്രിതമാണ്. വിഹംഗൈഹി ശാഖാ ആശ്രിതം, കിളികളാകട്ടെ ശാഖകളാൽ ആശ്രിതയാണ്. ഭൃംഗൈഹി കുസുമാനി ആശ്രിതാനി, പൂമ്പാറ്റകളാകട്ടെ പൂക്കളിൽ ആശ്രിതരാണ്. ചന്ദനപാദപസ്യ തത് ന ഏവ അസ്തി യത് സമന്താത് സർവഭരൈഹി ന ആശ്രിതം. ചന്ദനപാദപസ്യ എന്താണ്? ചന്ദനമരത്തിൻ്റെ ഒരു ഭാഗം പോലും അങ്ങനെയില്ല ഏതിലാണോ ഒരു ജീവജാലങ്ങളും ആശ്രയിക്കാത്തത് എന്ന്. ഓക്കെ, അതായത് ചന്ദനമരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഏതെങ്കിലുമൊക്കെ ജീവജാലങ്ങൾ അവരുടെ ആശ്രയം പ്രാപിച്ചിരിക്കുകയാണ് എന്ന്. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കാം. നിംബ ത്വദീയ കടുത യദി ദാഹന്ത്രി ഗായന്തു മൂഢമനുജാസ്തവ ദോഷഗാഥാഃ തപ്താസ്ത ഏവ തപനോപമ പിത്തതാപൈഃ ഗാസ്യന്തി മിത്രവർ താവക ഗീതകാനി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അൻപെന്ന് നോക്കാം. നിംബ, ഹേ വേപ്പിൻ മരമേ, ത്വദീയ കടുത യദി ദാഹഹന്ത്രി അസ്തി, നിന്റെ കയ്പ് ദാഹമകറ്റുമെങ്കിൽ, ദാഹം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കത്തുന്ന ചൂടിനെ അകറ്റുമെങ്കിലും മൂഢമനുജാഹ തവ ദോഷഗാഥാഃ ഗായന്തു, വിഡ്ഢികളാകട്ടെ നിന്റെ കുറ്റം പാടി നടക്കുന്നു. മിത്രവർ, ഹേ മിത്രമേ, തപന ഉപമ പിത്തതാപൈഃ തപ്താഃ തേ ഏവ ജനാഃ, ഹേ സുഹൃത്തേ, സൂര്യനെ പോലെയുള്ള പിത്തത്തിൻ്റെ ചൂടിനാൽ ചുട്ടുപൊള്ളുന്ന അതേ ആൾക്കാർ തന്നെ നിന്റെ പാട്ടുകൾ പാടുന്നു, അതായത് നിന്നെ വാഴ്ത്തുന്നു, നിന്റെ പ്രശംസ പാടുന്നു. അതായത് കവി വേപ്പിൻ മരത്തോട് പറയാണ്, ആൾക്കാർ നിന്റെ കയ്പിനെ വിമർശിച്ചേക്കാം, പക്ഷേ ഉഗ്രസൂര്യനെ പോലെയുള്ള പിത്തത്തിൻ്റെ ചൂടിന് അവർക്ക് ഉണ്ടാവുമ്പോൾ വേപ്പിൻ മരുന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന ആ ദിവസം തന്നെ ആൾക്കാർ നിന്നെ വാഴ്ത്തിപ്പാടുകയും ചെയ്യും. അടുത്ത ശ്ലോകം നോക്കാം. ദത്തേ ഭരം കുസുമപത്ര ഫലാവലീനാം ഘർമവ്യഥാം വഹതി ശീതഭവാം രുജം ച യഹ സർവമർപ്പയതി ചാന്യസുഖസ്യ ഹേതോഃ തസ്മൈ വദാന്യ ഗുരവേ തരവേ നമോ അസ്തു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അൻപെന്ന് നോക്കാം. യഹ കുസുമപത്ര ഫല ആവലീനാം ഭരം ദത്തേ ഘർമവ്യഥാം ശീതഭവാം രുജം ച വഹതി യഹ അന്യസുഖസ്യ ഹേതോഃ സർവം അർപ്പയതി തസ്മൈ വദാന്യ ഗുരവേ തരവേ നമഃ അസ്തു. അതായത് ഏത് വൃക്ഷമാണോ, യഹ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണോ, ഏത് വൃക്ഷമാണോ കുസുമപത്ര ഫല ആവലീനാം, പൂവ്, ഇല, പഴങ്ങൾ എന്നിവകളുടെ ഭാരം ധരിക്കുന്നത്, ഘർമവ്യഥാം ശീതഭവാം രുജം ച വഹതി, ചൂടിൻ്റെ ദുഃഖത്തെയും അതായത് ചൂടുകൊണ്ടുണ്ടാകുന്ന കഷ്ടതയെയും തണുപ്പ് കൊണ്ടുണ്ടാകുന്ന കഷ്ടതയെയും ധരിക്കുക. യഹ അന്യസുഖസ്യ ഹേതോഃ സർവം അർപ്പയതി, ആരാണോ മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടി എല്ലാം അർപ്പിക്കുന്നത്, തസ്മൈ വദാന്യ ഗുരവേ തരവേ നമഃ അസ്തു. തസ്മൈ വദാന്യ ഗുരവേ, ദാനികളിൽ ശ്രേഷ്ഠനായ, തരവേ മരത്തിന്, നമഃ അസ്തി നമസ്കാരമുണ്ട്. ഇത്രയും ചെയ്യുന്ന ആ മരത്തിന് എന്താണ്? നമസ്കാരമുണ്ട്, നമിക്കുകയാണ് എന്ന്. ഈ ഒരു ചാപ്റ്ററിലൂടെ
നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ മരം എത്ര ശ്രേഷ്ഠമാണ്, മരത്തിൻ്റെ മഹത്വം എത്രത്തോളമാണ് എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി, അത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്